നമസ്കാരം, എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് നൂഡിൽസാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വെജ് നൂഡിൽസ് തയ്യാറാക്കാൻ പറ്റും. അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസാണ്. അപ്പോൾ റെസിപ്പിയിലൂടെ കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടുതൽ ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ 2 നൂഡിൽസ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് 200 ഗ്രാം നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേവിക്കാനുള്ള സമയം ഇതിൻ്റെ കവറിന് പുറത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഏത് ബ്രാൻഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടൈം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ 5 മിനിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നൂഡിൽസ് 5 മിനിറ്റ് വേവിക്കുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വെജിറ്റബിൾസാണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം. ക്യാബേജ് എടുക്കാം, അതേപോലെ തന്നെ ബീൻസൊക്കെ എടുക്കാം. അപ്പോൾ ഏത് വെജിറ്റബിളാണ് എടുക്കുന്നത് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റും, അതായത് നമ്മുടെ ആ നൂഡിൽസ് കഴിക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. പിന്നെ നമുക്കിനി അടുത്തതായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം എടുക്കുക. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ചൈനീസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നല്ലെണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കുറച്ചൊന്ന് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ നൂഡിൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീളമുള്ള നൂഡിൽസാണ് വേണ്ടതെന്നെങ്കിൽ ഇതിങ്ങനെ പൊട്ടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും 2ആയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആ കവറിനകത്ത് 5 മിനിറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന നൂഡിൽസിൻ്റെ ബ്രാൻഡ് എത്രയാണോ അത് സ്പെസിഫൈ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് അധികം കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ സ്പെസിഫൈ ചെയ്ത സമയത്തിന് മുകളിൽ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. നൂഡിൽസ് ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ടൈം ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ നൂഡിൽസ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മളൊന്ന് അരിപ്പയിലേക്ക് കൂടെ അരിച്ചെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകണം. നോർമൽ ടാപ്പ് വാട്ടർ ആയാലും മതി. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുള്ള അകത്തുള്ള എക്സ്ട്രാ ഉള്ള സ്റ്റാച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചുകൊണ്ട് അധികം അതിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്തിട്ട് കഴുകിയിട്ട് വീണ്ടും സ്ട്രെയിൻ ചെയ്തിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാന് എടുത്തിട്ട്, ഇപ്പം ഇരുമ്പിൻ്റെ പാനാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരിക്കും. അത് നല്ല വിസ്താരമുള്ള പാത്രമാണെങ്കിൽ മിക്സ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഇപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഒരു നോൺ സ്റ്റിക്ക് കടായാണുള്ളത്. അപ്പോൾ ഞാൻ അതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചേ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോളയൊക്കെ അധികം ഒന്ന് വഴണ്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. അപ്പോൾ അധികം കുക്ക് ചെയ്യാതിരിക്കുക. ഈ വെജിറ്റബിൾസും ആണെങ്കിലും സവോള ആണെങ്കിലും അധികം കുക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. വെജിറ്റബിൾസിനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവോള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടി ഇതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഓയിൽ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സോസസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സോസ് കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, കാരണം സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഈ ഒരു സമയത്ത് ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഞാനത് സെർവ് ചെയ്യുമ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചതാണിത്, സ്ട്രെയിൻ ചെയ്തിട്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നൂഡിൽസിൽ എത്രത്തോളം കുരുമുളക് ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ നൂഡിൽസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നൂഡിൽസ് ഒന്നും അധികം പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ നല്ല ഒരു വിസ്താരമുള്ള പാത്രമാണെങ്കിൽ നമ്മളുടെ ഈ മിക്സിങ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നല്ല വിസ്താരമുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉള്ള പാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസും ആ സോസും എല്ലാം കൂടെ നമ്മുടെ നൂഡിൽസിലേക്ക് മിക്സ് ആവണം. അപ്പോൾ മിക്സിങ് കറക്റ്റായിരിക്കണം നൂഡിൽസിൻ്റെ. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതും വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്